ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാകാത്ത പോലെ നടിക്കുന്നതാണോ? പലിശക്കാര് കൊണ്ടുപോയ നിങ്ങളുടെ ഓട്ടോ എടുത്തു തരാൻ ജഗൻ അവർക്ക് കൊടുത്ത പണത്തിന്റെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇവിടെ ഇരുന്ന മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അമ്മ ഇത് അച്ഛനോട് പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം? അപ്പൊ അത് മറന്നോ? മനോജിന്റെ കാര്യമാ. ഓ, മനോജിന്റെ കാര്യമാണോ? എന്തേ, മനോജിന് ജോലിയും വരുമാനവും ഒക്കെ ആയോ? അവൻ അന്വേഷിക്കുന്നുണ്ട്. ആ, അച്ഛൻ വിചാരിച്ച അത് എളുപ്പത്തിൽ നടക്കുമെന്ന് അമ്മയ്ക്ക് അറിയാലോ. എത്രയോ രാഷ്ട്രീയക്കാരന്മാര് അവരുടെ മക്കളെയും മരുമക്കളെയൊക്കെ ഈസി ആയിട്ട് ബാങ്കിലും മറ്റുമൊക്കെ കയറ്റുന്നു. മനോജ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ. സ്വന്തം മക്കൾക്ക് വേണ്ടി അച്ഛൻ യാതൊരുവിധ റെക്കമെൻഡും ചെയ്യില്ലെന്ന് നിനക്ക് നന്നായി അറിയാലോ. അത് MLA ആയിരുന്നപ്പോഴും അതെ, അല്ലാത്തപ്പോഴും അതെ. കൊള്ളാം, കമ്മീഷൻ വാങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ആദർശം. ഇതൊക്കെ കാരണമാ ഞാനിപ്പോ വീട്ടിലിരിക്കുന്നത്. നീ ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛൻ ജോലി വാങ്ങി തരാത്തോണ്ടല്ല, അച്ഛനതയെ ലാളിച്ചു വളർത്തിയതുകൊണ്ടാ. നീ പറഞ്ഞല്ലോ സ്വപ്നം കാണാൻ പറ്റിയ വീടല്ല ഇതെന്ന്. ഒരു പെണ്ണിനെ ഏത് വീട്ടിലിരുന്നും സ്വപ്നം നെയ്തുകൂട്ടാൻ പറ്റണം. അവള് കാണുന്ന സ്വപ്നങ്ങളിലാ ആ വീട് മുന്നോട്ട് പോകുന്നത്. അമ്മ കൊള്ളാലോ. അമ്മയ്ക്ക് കഥകളൊക്കെ എഴുതിക്കൂടായിരുന്നോ? നല്ല ഭാഷ. അമ്മയ്ക്ക് ജീവിതകഥ പകർത്താനാ ഇഷ്ടം. സുന്ദരമായ കഥകൾ എഴുതിയിട്ടുള്ള അമ്മമാരാരും ജീവിതകഥ പൂർത്തിയാക്കിയിട്ടേ ഇല്ല. വായിച്ചറിയുന്നതൊന്നും അല്ല മോളെ ജീവിതം, അത് അനുഭവിച്ചറിയുന്നതാ. നിനക്ക് മനോജിന്റെ അരികിലേക്ക് തിരിച്ചു പോകണമായിരുന്നെങ്കിൽ നീ ഒരു കാരണവശാലും ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം വന്ദനെ വിദ്യയുടെ കൂടെ ചേർന്ന് ഇവിടെ നടിച്ചിറക്കില്ലായിരുന്നു. വന്ദന നിനക്കേ സഹോദരന്റെ ഭാര്യ മാത്രമല്ലല്ലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ കൂടപ്പിറപ്പും കൂടിയാ. അല്ലേലും അമ്മയ്ക്ക് എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമാണല്ലോ. കുറ്റപ്പെടുത്തുന്നതൊന്നും അല്ല മോളെ, തിരുത്തിയതാ. മക്കളെ തിരുത്താനുള്ള അവകാശം സ്വന്തം അമ്മമാർക്കുണ്ട്. നീ വിദ്യയായിട്ട് കൂട്ടുകൂടിക്കോ. പക്ഷെ അവളുമായിട്ട് ചേർന്ന് വന്ദനെ ഉപദ്രവിക്കാൻ നടക്കുന്നത് അത്ര നല്ലതല്ല. എന്താ അമ്മേ, എന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ആ, പറഞ്ഞു. പക്ഷെ ഒന്നുമില്ല. കൂട്ടുകെട്ട് നന്നല്ലെങ്കിൽ പിഴച്ചു പോവും, അതാ പറഞ്ഞ്. അമ്മ നല്ല ചൂടിലാണല്ലോ. ഓ, ഉപദേശം. ഓ, അതൊക്കെ വിട്. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്താ വിദ്യാർത്ഥി? ഞാൻ വിളിച്ചു. ആര്? അപ്പച്ചിയെ, ആനന്ദവല്ലി അപ്പച്ചിയെ. എന്നിട്ട് അപ്പച്ചി വരുന്നുണ്ട്. സത്യമാണോ? സത്യം. അതെ, ആനമുറ്റത്ത് ആനന്ദവല്ലി അപ്പച്ചി എത്തുന്നു. എങ്കിലിവിടെ പലതും നടക്കും. ആ തറവാട്ടില് 6 ആനയുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു പിടിയാനി. പിടിയാനിക്ക് അപ്പച്ചിയുടെ പേരാ ആനന്ദവല്ലി. ആ ആന തറവാട്ടിലെ 7 ജോലിക്കാരെയാ ചവിട്ടി കൊന്നത്. എല്ലാവർക്കും ഇന്നും പേടിയാ ആ ആനയെ. അതുപോലെ അപ്പച്ചിയെ. ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നോ? എന്നാ മനുഷ്യരൂപമുള്ള ആ പിടിയാന ഈ വീട്ടുമുറ്റത്തെത്താൻ പോകുന്നു. കൊള്ളാം, അപ്പച്ചി വന്ന സീൻ മാറും. യെസ്. ഇതാര്? അച്ഛനോ? വാ. വേണ്ട മോനെ, വർഷയുടെ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോവല്ലേ, അതിന്റെ ഭാഗമായിട്ടൊരു കുടുംബ പൂജ നടത്തണം. അല്ല, അച്ഛനെന്തിനാ വെളിയിൽ നിൽക്കുന്നേ? അകത്തേക്ക് കയറി വാ. വേണ്ട മോനെ, കാര്യം പറഞ്ഞ് പോയാ മതിയല്ലോ. മോൻ വന്ദനമോളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാ മതി. അത് കൊള്ളാം. ഈ മുറ്റം വരെ വന്നിട്ട്
അകത്തേക്ക് കയറാതെ പോവാണോ? അത് ശരിയാവില്ല. ആ, അച്ഛൻ അകത്തേക്ക് കയറി വാ. വാ അച്ഛ, വാ. മാരണം വന്നു. അച്ഛ, നമസ്കാരം കുറുപ്പ് സാറേ. ഓ, വരൂ വച്ചിരിക്കുന്നു. അല്ല, ബുധനാഴ്ചയാണല്ലേ? എല്ലാവരും അറിയിച്ചല്ലോ. കുടുംബാംഗങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ, വസന്തയെ ഒന്ന് വിളിക്കണം. ഞാൻ വന്ദനെ വിളിച്ചിട്ട് വരാം. ആ, ശരി മോനെ. കുറുപ്പ് സാറേ, ജിതേട്ടാ, എന്താ? ദേ അവിടെ മാധവൻ നായർ വന്നിരിക്കുന്നു. അയാൾ എന്തെങ്കിലും കാര്യത്തിൽ വന്നതായിരിക്കുന്നേ. അയാൾ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഓഹ്, കൊള്ളാം. നിങ്ങൾ എന്തൊരു മനുഷ്യനാ. ആ. നിങ്ങൾ എന്തിനാ അയാൾ ഇങ്ങനെ പേടിക്കുന്നേ? ജഗന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അയാൾക്ക് ഒരു എളുപ്പം ഇല്ലായിരുന്നല്ലോ. ആണുങ്ങളെ പോലെ ചെന്ന് ചോദിക്കും മനുഷ്യ ആ പൈസ. ഞാനും വരാം, വാ ഇങ്ങോട്ടെത്തും. എപ്പോ എത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ മോനെ. ഓ, ആ, ഇളയമോക്ക് വിശേഷമുണ്ടേ. ആ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബ പൂജ നടത്തുന്നുണ്ട്. ഓ, അതായിരുന്ന കാര്യം. ആ, അപ്പോ മരുമോനോട് പണം ചോദിച്ചു വന്നതായിരിക്കും. ആ. ഞാൻ പറയുന്നുണ്ട്, വിഷമമൊന്നും തോന്നരുത്. കയ്യിൽ പണമില്ലെങ്കിൽ ഈ പൂജയും അല്ലറ ചില്ലറ പരിപാടിയൊക്കെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അല്ല, മോൻ എന്താ പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാകാത്ത പോലെ നടിക്കുന്നതാണോ? പലിശക്കാര് കൊണ്ടുപോയ നിങ്ങളുടെ ഓട്ടോ എടുത്തു തരാൻ ജഗൻ അവർക്ക് കൊടുത്ത പണത്തിന്റെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അത് എപ്പ എനിക്ക് തരും? അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാ അവനടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്.